എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെസഹ അപ്പവും പാലും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പെസഹ അപ്പം ഉണ്ടാക്കുന്നത് വാഴയിലയിലാണ്. പപ്പ ഇത് വാഴയിലേക്ക് വെട്ടി തന്നിട്ടുണ്ട്. ഈ വാഴയിലയെല്ലാം വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് ഇലയെല്ലാം വാടിയിട്ടുണ്ട്. ഇനി ഇത് വാഴയില ഈ സൈസിൽ കീറിയെടുത്ത് തുടച്ച് വൃത്തിയാക്കണം. പെസഹ അപ്പം ഉണ്ടാക്കുന്നതിന് ഞങ്ങളിവിടെ 5 കിലോ പച്ചരി പൊടിച്ച് വറുത്താണ് എടുത്തിരിക്കുന്നത്. ഈ അരിപ്പൊടിയുടെ അളവിനനുസരിച്ചാണ് ബാക്കി ചേരുവകൾ എടുത്തിരിക്കുന്നത്. ഇത് 1.5 കിലോ ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിൽ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് 3/4 കിലോ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതും ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ജീരകമാണ്. ജീരകം 150 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അതും കഴുകി വാരി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങാപ്പീരയാണ്. ഇത് 15 വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പീര റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നീട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നും വെളുത്തുള്ളിയും ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇവിടെ നമ്മൾ ഉപ്പ് നീരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം നന്നായി കുഴിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കുരിശപ്പത്തിനുള്ളതാണ് പരത്തുന്നത്. കുരിശപ്പത്തിന് വലിയ ഉരുളയാണ് എടുത്തിരിക്കുന്നത്. പരത്തിയതിന് ശേഷം പള്ളിയിൽ നിന്ന് കിട്ടിയ കുരുത്തോല കുരിശിൻ്റെ അകത്തിൽ കട്ട് ചെയ്ത് അതിന് മുകളിൽ വയ്ക്കണം. എന്നിട്ട് കുരുത്തോല കൊണ്ട് ഇതുപോലെ കെട്ടണം. ഇനി പെസഹ അപ്പത്തിനുള്ളത് ഓരോന്നായി പരത്തി റെഡിയാക്കി എടുക്കണം. പരത്തിയതിന് ശേഷം ഇല കോണോട് കോൺ മടക്കണം. അപ്പോൾ ഇത് എല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയുള്ളത് കൊണ്ട് വലിയൊരു കലത്തിലാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത്.
അപ്പോൾ ഇതേ കലത്തിൽ ആവി കയറുന്നതിന് വേണ്ടി ചിരട്ട തുളച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ വാഴത്തണ്ടിട്ട് നികത്തണം. അപ്പത്തിനകത്ത് വെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വാഴത്തണ്ട് വയ്ക്കുന്നത്. വാഴത്തണ്ടെല്ലാം വെച്ചതിന് ശേഷം മുകളിൽ വലിയൊരു ഇല വയ്ക്കണം. പിന്നീട് കുറച്ച് വെള്ളം വാഴത്തണ്ടിനടിയിൽ നിൽക്കുന്നത് പോലെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുരിശപ്പം വയ്ക്കുക. പിന്നീട് ബാക്കിയുള്ളതും കൂടി വയ്ക്കുക. ഇനി നമുക്ക് തീ കത്തിച്ച് അടുപ്പിൽ വയ്ക്കാം. ഇപ്പോൾ ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ എടുത്ത് വെന്ത് കിട്ടാൻ. അപ്പോൾ കുരിശപ്പവും പെസഹാപ്പവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെസഹ പാലുണ്ടാക്കാം. പാലുണ്ടാക്കുന്നതിന് വേണ്ടി 3 വലിയ തേങ്ങ ചിരുകിയതെടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പീരയുടെ കൂടെ 2.5 ലിറ്റർ വെള്ളം ചേർത്ത് പാല് പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്ക് അരിപ്പയിൽ ഒഴിച്ച് അരിച്ചെടുക്കാം. അടുത്തത് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 1 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് കുരുത്തോല ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ജീരകം വെളുത്തുള്ളി അരച്ചതിൻ്റെ കുറച്ചെടുത്ത് വെച്ചിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകവും 2 ടീസ്പൂൺ വെളുത്തുള്ളിയുമാണ് ചേർത്ത് കൊടുത്തത്. രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് സ്റ്റൗവിൽ വെച്ച് ഒന്ന് തിളപ്പിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. തിളയ്ക്കുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. അപ്പോൾ പെസഹ പാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഈ പെസഹാപ്പം ഉണ്ടാക്കാൻ വേണ്ടി വന്ന ചേരുവകളും അതിൻ്റെ അളവും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.